പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വലിയ മാധ്യസം ഇപ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ അടയാളങ്ങളെക്കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ കർത്താവ് നമ്മളോട് പറഞ്ഞു, 9 മുതലുള്ള വാക്യങ്ങളിൽ അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ ആ ഭാഗം വിശദീകരിച്ചപ്പോൾ നമ്മൾ കണ്ടത്, മതത്തിൽ നിന്ന്, സഭയിൽ നിന്ന് പീഡനം ഉണ്ടാവും, സമൂഹത്തിൽ നിന്ന് പീഡനം ഉണ്ടാവും, സ്വന്തം കുടുംബത്തിൽ നിന്നും, ഉറ്റവരിൽ നിന്നും, ഉടയവരിൽ നിന്നും ഒരു ദൈവമനുഷ്യന് പീഡനങ്ങൾ ഉണ്ടാകും. എന്നാൽ അടുത്തത് പറയുകയാണ്, അങ്ങനെ ചെയ്യുന്ന സമയത്ത്, അടുത്ത വാക്യം വായിച്ചേ, 9-ാമത്തെ വാക്യം വായിച്ചേ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും, സിനഗോഗുകളിൽ വെച്ച് നിങ്ങളെ പ്രഹരിക്കും, ദേശാധിപതികളുടെയും രാജാക്കന്മാരുടെയും മുമ്പാകെ എനിക്ക് സാക്ഷ്യം നൽകാൻ നിങ്ങൾ നിൽക്കും. അത് മനസ്സിലാക്കണം. എന്തിനാണ് ഈ പീഡനം അനുവദിച്ചു കൊടുക്കുന്നത്? അത് അവിടെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ആശയം മനസ്സിലാക്കാനുണ്ട്. എന്തിനാണ് നമുക്ക് ഈ പീഡനം ഉണ്ടാവാൻ ദൈവം അനുവദിക്കുന്നത്? അതായത് ഇപ്പം നിന്നോട് ഞാൻ പറയുകയാണ്, യേശു ക്രിസ്തു ഏകരക്ഷകനാണ്, നീ യേശുവിലൂടെ അല്ലാതെ രക്ഷയില്ല, നിനക്ക് നിത്യജീവന് യേശു അല്ലാതൊരു വഴിയില്ല എന്ന് നിന്നോട് പറഞ്ഞാൽ, നീ അത് സുവിശേഷം കേൾക്കുമ്പോൾ കേൾവിയിൽ നിന്ന് വിശ്വസിക്കാൻ തയ്യാറാണ് എങ്കിൽ നിന്നെ ദൈവം എന്ത് ചെയ്യും? സുവിശേഷം കേൾപ്പിക്കുമ്പോൾ സുവിശേഷം പ്രഘോഷിക്കാനുള്ള ഒരാളെ നിൻ്റെ അടുത്ത് വിടും. നീ അത് കേൾക്കും, വിശ്വസിക്കും. എന്നാൽ അടുത്ത് നിൽക്കുന്ന ആൾ അങ്ങനെ കേട്ട് വിശ്വസിക്കുന്ന ആളല്ല, വേറൊരു ആളാണെന്ന് വെച്ചോ, കുറച്ചുകൂടെ ബുദ്ധിയുള്ള ഒരാളാണ്, കുറച്ചുകൂടെ ഈ എന്താ പറയുക, ലോകപ്രകാരം ചിന്തിക്കുന്ന ഒരാളാണ്, ഒരു റാഷണലായ ഒരാൾ, ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ അതങ്ങനെ ശരിയാവുമെന്ന് ഓർത്തിട്ട് അത് വിശ്വസിക്കാനൊന്നും തയ്യാറല്ല. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മളോടൊരാൾക്ക് വിരോധം ഉണ്ടാവാൻ ഇടയാക്കിയെന്ന് വെച്ചോ, സുവിശേഷം ഈശോയ്ക്ക് അറിയിക്കണം, വിരോധം ഉണ്ടാവാൻ ഒരാളോട്, ഇപ്പോൾ ഞാൻ സുവിശേഷകനാണെങ്കിൽ എന്നോട് വിരോധം ഉണ്ടാവാൻ ഇടയാക്കി. അപ്പോൾ വിരോധം അങ്ങനെ മൂത്തിട്ട് ഒരു ദിവസം വിചാരിച്ച് ഇവനിട്ട് 2 അടി കൊടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ അടി കൊടുക്കാനുള്ള തീരുമാനത്തെ എന്ത് ചെയ്തു? ദൈവം തടഞ്ഞില്ല, ദൈവം അത് അനുവദിച്ചു. ദൈവം അല്ല അതിൻ്റെ പുറകിൽ, പക്ഷേ അത് ആ തിന്മ, സാത്താൻ കൊണ്ടുവന്ന ആ തിന്മയെ ദൈവം അനുവദിച്ചു. എന്തിനെന്നറിയാമോ? അപ്പോൾ വന്നിട്ട് എനിക്കിട്ട് 2 അടിയടിച്ചു. അടിയടിച്ചപ്പോൾ ഞാനല്ല വേറൊരാളെന്ന് വെച്ചോ, ഞാൻ ചിലപ്പോൾ തിരിച്ചടിക്കും. അപ്പോൾ അടി എൻ്റെ കാര്യമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് വേറൊരാൾ നല്ലൊരു സുവിശേഷകനാണ് 2 അടിയടിച്ചു. 2 അടിയടിച്ച സമയത്ത് അയാൾ ഈ അടി കൊണ്ടു. ഈ ആൾ കരാട്ടെ, ഇപ്പോൾ നമ്മുടെ കൂടെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഒരാളുണ്ട് നമ്മുടെ ടീമിൽ, പേര് ഞാൻ പറയുന്നില്ല, കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാണ്. അപ്പോൾ ഒരിക്കൽ എൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛാ, നമ്മളിപ്പോൾ ഈ സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ നമ്മളെ ആരെങ്കിലും അടിച്ചാൽ നമുക്ക് തടയാവോ? എന്നോട് ചോദിച്ചു, നമുക്ക് തടയാവോ, ബ്ലോക്ക് ചെയ്യാവോ? അത് ഈ കരാട്ടക്കാരന് ബ്ലോക്ക് ചെയ്യാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, പാടില്ല, ബ്ലോക്ക് ചെയ്യാൻ പാടില്ലേ? ഞാൻ പറഞ്ഞില്ല, അതിന് ബ്ലോക്ക് ചെയ്യാൻ പാടില്ലാത്ത എന്താ? ഞാൻ പറഞ്ഞു, ബ്ലോക്ക് ചെയ്താൽ അവന് അടിക്കുന്നവന് വൈരാഗ്യം കൂടില്ലേ? വൈരാഗ്യം കൂടും. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, കൈ 2 ഇങ്ങനെ താത്തിട്ടിട്ട് അടി കൊള്ളണം ഇങ്ങനെ നേരെ നിന്ന്. അതിന് അങ്ങനെ അടി കൊള്ളുന്നത് നമുക്ക് ഡിഫെൻഡ് ചെയ്തൂടെ? പാടില്ല. എന്തുകൊണ്ട് പാടില്ല? അതിൻ്റെ രഹസ്യം ഞാൻ പറയാൻ പോണേ. അതായത് ഈ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റുകാരൻ ഈ അടിക്കാൻ വന്നവനെ ഒരൊറ്റ അടി അടിച്ചാൽ അവിടെ തീരും, അത്രേ ഉള്ളൂ ഈ അടിക്കാൻ വരുന്നവൻ. പക്ഷേ ഈ ബ്ലാക്ക് ബെൽറ്റുകാരൻ, കരാട്ടെ ബ്ലാക്ക് ബെൽറ്റുകാരൻ ഈ കൈ 2 താത്തിട്ടിട്ട് പുതുക്കവും അടി വാങ്ങിക്കുമ്പോൾ അടിച്ചിട്ട് ഈ അടിച്ചവൻ പോയി അവൻ വീട്ടിൽ ചെന്നിട്ട് ഒരു കപ്പ് ചായ എടുത്ത് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ഈ ബ്ലാക്ക് ബെൽറ്റുകാരൻ നിന്ന് കൊണ്ട അടി, ആ ചിത്രം ഓർമ്മ വരും. കേട്ടോണേ, ഓർമ്മ വരും. ഓർമ്മ വന്നിട്ട് അവന് ഈ ചായ കുടിക്കാൻ പറ്റില്ല, അവനിത് വെക്കും. ഇരിക്കുമ്പോൾ നിൽക്കാൻ തോന്നും, നിൽക്കുമ്പോൾ ഇരിക്കാൻ തോന്നും, ഇരിക്കുമ്പോൾ കിടക്കാൻ തോന്നും. ഒരു സമാധാനമില്ല, രാത്രി കിടന്ന ഉറക്കം വരില്ല. കാരണം എന്താ? തലയ്ക്കകത്ത് മുഴുവൻ എന്നെ ഒരൊറ്റ അടിക്ക് അടിച്ച് വീഴ്ത്താൻ ആരോഗ്യമുള്ളവൻ നിന്ന് യേശുവേ 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 എന്ന് വിളിച്ച് അടി കൊണ്ടത് അവൻ്റെ അകത്ത് ചുരികക്കുത്തുപോലെ കയറിയിട്ട് ഒരു 10 ദിവസം അവനിങ്ങനെ നടക്കും. 11-ാമത്തെ ദിവസം അവൻ രഹസ്യമായിട്ട് ഈ അടിച്ചവൻ്റെ അടുത്ത് വന്നിട്ട് പറയും,
ഈ സംഭവം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കും. ഇതെങ്ങനെ ഈ അടി കൊണ്ടേ, എങ്ങനെ ഈ അടി കൊണ്ടേ? അപ്പോൾ പറഞ്ഞു, അത് യേശുവിൻ്റെ നാമത്തിൽ. എന്നെ തിരിച്ചടിക്കാൻ നിങ്ങൾക്ക് ആരോഗ്യം, നിങ്ങൾ എന്നെ അടിക്കാൻ. ഞങ്ങൾ അടിക്കില്ല. കാരണം എന്താണ്? ഞങ്ങൾ നിന്നെ തിരിച്ചടിച്ചാൽ നിൻ്റെ വൈരാഗ്യം കൂടത്തല്ലേ ഉള്ളൂ. ഞങ്ങൾ നിന്നെ തിരിച്ചടിച്ചാൽ ഞങ്ങൾക്ക് ഈ അടി കൊള്ളാൻ ശക്തി തന്നത് ആരാണ് എന്ന ചോദ്യം ഒരിക്കലും നിൻ്റെ മനസ്സിലുണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കാതിരുന്നത്, ഞങ്ങളെ തിരിച്ചടിക്കാതിരിക്കാൻ സഹായിച്ചത് ആരാണ് എന്ന ചോദ്യം നീ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ആ യേശുവിൽ നീ എത്താൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ ചിലരെ ദൈവം എന്ത് ചെയ്യുന്നു? അടിക്കാനൊക്കെ അനുവാദം കൊടുക്കുന്നത് അടിക്കുന്നവർ സുവിശേഷം അറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിങ്ങളെ എന്തിനാണ് ദേശാധിപതികളുടെ ന്യായാധിപന്മാരുടെ മുമ്പിൽ ഞാൻ നിർത്തുന്നത്? ആ വാക്യം കണ്ടോ? അവിടെ വെച്ച് നിങ്ങൾ എനിക്ക് സാക്ഷ്യം നൽകും. അവിടെ വെച്ച് നിങ്ങൾ എനിക്ക് സാക്ഷ്യം നൽകും. ഈ പള്ളി വരുന്നവരല്ലേ നമ്മൾ പ്രസംഗിക്കുന്ന കേൾക്കൂ. കവലയിൽ നിൽക്കുന്നവൻ എങ്ങനെ കേൾക്കും? അത് റോഡിൽ തടഞ്ഞു നിർത്തി 2 അടി അടിച്ചാലല്ലേ അവന് കേൾക്കാൻ പറ്റൂ. ഇതിനാണ് സഭയിൽ പീഡനം അനുവദിച്ചത്. നിങ്ങൾ മനസ്സിലായി, ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ പീഡനം ഉണ്ടായതുകൊണ്ടാണ് റോമാ ചക്രവർത്തിമാർ വാണിരുന്ന റോമൻ നഗരത്തിൽ പത്രോസിൻ്റെ സിംഹാസനം ഉറപ്പിക്കപ്പെട്ടത്. ഇങ്ങനെ മനസ്സിലായോ? അതായത് അവിടെ വെച്ച് ഈ പാവങ്ങൾ അടി കൊണ്ടത് കൊണ്ടാണ് ഒരു ചക്രവർത്തിക്ക് ബോധോദയുണ്ടായി. നീറോയുടെയും ഡൊമീഷ്യൻ്റെയും ക്ലൗദിയൂസിൻ്റെയും കലികുളയുടെയും ഒക്കെ പരമ്പരയിലുള്ള കിരാതന്മാരായ ചക്രവർത്തിമാർ വാണിരുന്ന ആ പരമ്പരയിലെ കോൺസ്റ്റന്റൈൻ എന്നൊരു ചക്രവർത്തിക്ക് വകതിരിവും വെളിവും ഉണ്ടായത് 2-3 തലമുറയിൽ ക്രിസ്ത്യാനികൾ ഈ അടി കയ്യും കെട്ടി നിന്ന് കൊണ്ടതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഈ പീഡനം നമ്മൾ എന്താണെന്നറിയാം, ഇത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അയ്യോ സിസ്റ്റർമാരെ ട്രെയിനെ വെച്ച് ഉപദ്രവിച്ചേ, അയ്യോ ഗവൺമെൻറ് ഇത് കാണുന്നില്ലേ. ഞാൻ പരിഹസിക്കാൻ വേണ്ടി പറയുന്നില്ല. ഞാനിത് പറയുമ്പോൾ എന്നോട് ഒത്തിരി പേർക്ക് വൈരാഗ്യം ഉണ്ടാവുന്നുണ്ട്, എനിക്കറിയാതെ. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ, പക്ഷെ ഞാൻ എന്തിനത് പറയുന്നതെന്നറിയാമോ? എങ്ങനെയെങ്കിലും എന്നോട് വിരോധം ഉണ്ടായാലും വേണ്ടില്ല, ഇത് നിങ്ങൾ ചിന്തിക്കണം. എന്നെ നിങ്ങൾ വെറുത്താലും വേണ്ടില്ല, നിങ്ങളിത് ആലോചിച്ച് നോക്കണം. നമ്മൾ അയ്യോ ഞങ്ങളെ ഇതാ ക്രിസ്ത്യാനികളെ കൊല്ലാൻ വരുന്നത്, ഇതാ മൗണ്ട് കാർമലിൽ നേരെ കല്ലെറിഞ്ഞ് അയ്യോ ഞങ്ങളെ ആരും സംരക്ഷിക്കില്ല. കല്ലെറിഞ്ഞ് എല്ലാ ചില്ലും പൊട്ടിക്കുമ്പോഴും നമ്മൾ മോനെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ അവൻ യേശുവിനെ അറിയും. അതിനാണ് എറിയാൻ ഒരുത്തനെ കല്ലും കൊടുത്ത് ദൈവം വിട്ടത്. അതായത് എന്തിനാണെന്നറിയാമോ? ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എന്തിനാണെന്നറിയാമോ? മര്യാദയ്ക്ക് നമ്മൾ സുവിശേഷം പറയില്ല. അതുകൊണ്ടാണ് കർത്താവ് ചില വേദനിക്കുന്ന വഴികളിലൂടെ സുവിശേഷം പറയാൻ നമ്മളെ അനുവദിക്കുന്നത്. മര്യാദയ്ക്ക് നമ്മൾ പറയില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് അല്ലാതെ ഞങ്ങളെ എല്ലാവരും ഇതോ ഉപദ്രവിക്കുന്നു, എല്ലാവരും സോഷ്യൽ മീഡിയ ഞങ്ങളെ തെറി പറയുന്നു, ഞങ്ങളെ കുറ്റം പറയുന്നു. പറയട്ടെന്ന് പറയട്ടെ. നിങ്ങൾക്കിതൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് കർത്താവ് പറഞ്ഞിട്ടൊന്നുമില്ല. ഇതെല്ലാം സംഭവിക്കും, പക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെ കാണും. അതല്ലേ ഞാൻ പറയുന്നത്. അതുകൊണ്ട് സാക്ഷ്യം കൊടുക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങളാണ് എന്ത്? പീഡനത്തിൻ്റെ സമയം. സാക്ഷ്യം കൊടുക്കുന്നതിന് പകരം നമ്മൾ വിഷം എടുത്ത് ചാണകം എടുത്ത് എറിഞ്ഞുകൊണ്ടിരുന്നാലോ? ഞാൻ ഉദ്ദേശിച്ചത് വേറെ സാധനമാണ്. ഞാൻ ചാണകം ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് പറഞ്ഞാണ്. ഇപ്പം ഇതാണ് സോഷ്യൽ മീഡിയയിൽ ക്രിസ്ത്യാനി ചെയ്തുകൊണ്ടിരിക്കുന്നത്, എടുത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യേശുവിനെ എടുത്ത് ഉയർത്തി കാണിക്കുന്നതിന് പകരം നമ്മുടെ അകത്തുള്ള സകല വിഷവും, നമ്മുടെ അകത്തുള്ള സകല മാലിന്യവും, ഞാൻ നേരത്തെ പറഞ്ഞ ആ ചാണകവും നമ്മൾ എടുത്തിങ്ങനെ ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ, ഈ ചാണകമാണ് ഞങ്ങൾ. ഇത്രയും കാലം 2000 കൊല്ലത്തെ ക്രിസ്തീയ പാരമ്പര്യം ഞങ്ങൾക്ക് തന്നത് ചാണകത്തിൻ്റെ സ്വഭാവമാണ്. നിങ്ങൾ എറിയൂ, പക്ഷെ ഞങ്ങളിൽ നിന്ന് സ്നേഹമേ വരൂ. പീഡനത്തിൻ്റെ സമയത്ത് അതല്ലേ പുറത്തു വരണ്ടേ? നാരങ്ങ എടുത്ത് പിഴിയുമ്പോഴല്ലേ നാരങ്ങ നീര് വരൂ, അകത്തുള്ളതല്ലേ വരൂ. ശരിക്കും അടി കിട്ടിയപ്പോൾ ക്രിസ്ത്യാനിയുടെ അകത്തുള്ളത് പുറത്ത് വന്നു. സോഷ്യൽ മീഡിയ നോക്കിയാൽ മതി, അകത്തെന്തായിരുന്നേന്ന്. പച്ചത്തെറികൾ. നമുക്കെതിരെ ആരെങ്കിലും ഒരു വീഡിയോ ഇട്ടാൽ അതിനടിയിൽ പച്ചത്തെറി, ക്രിസ്ത്യാനിയുടെ പച്ചത്തെറി. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതൊക്കെയാണോ നമ്മുടെ അകത്തുനിന്ന് വരേണ്ടത്? അപ്പോൾ ഇത് വായിക്കുന്ന ഒരു അക്രൈസ്തവൻ, ക്രിസ്ത്യാനി, ദൈവമേ, ഞങ്ങൾ ഹിന്ദുക്കൾ പോലും ഈ തരംതാണ ഭാഷ ഉപയോഗിക്കത്തില്ല. ക്രിസ്ത്യാനിയുടെ അകത്തുനിന്ന് വരുന്ന ഭാഷ. ഞാൻ പറയുന്നത് നിങ്ങൾ ആശയങ്ങളെ എതിർക്കണ്ടെന്നല്ല, തെറ്റിദ്ധരിക്കരുത്. ഇപ്പം നിലപാടുകളെ എതിർക്കണ്ടെന്നല്ല, മാന്യമായ ഭാഷയിൽ മറുപടി പറയാൻ നമ്മൾ പഠിക്കണ്ടേ?
മാമോദിസ മുങ്ങിയവൻ അത്രയും വിവേകം ഉണ്ടാവണ്ടേ മാന്യമായ ഭാഷയിൽ മറുപടി പറയാൻ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ, അതുകൊണ്ട് ഫേസ്ബുക്കൊക്കെ നോക്കാതിരിക്കുന്നതാണ് മനസമാധാനത്തിന് നല്ലത്. കാരണം കേരള സഭയുടെ ഫ്രൂട്ട് കാണാം സോഷ്യൽ മീഡിയയിലെ കമൻറ്റ് ബോക്സുകളിൽ. കേരള സഭയുടെ ഫലം. എന്നിട്ട് നമ്മൾ സുരക്ഷിതരാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? അത് എഴുതുന്നവരും എഴുതിപ്പിക്കുന്നവരും എല്ലാം ഇത് ശ്രദ്ധിക്കണം. ഇതൊന്നും അല്ല നമ്മുടെ അകത്തുനിന്ന് വരേണ്ടത്. മാന്യമായ ഭാഷയിൽ ആശയങ്ങൾ എഴുതൂ. ഇന്ന ഇന്ന കാരണങ്ങളാൽ നിങ്ങൾ പറയുന്നത് തെറ്റാണ്, അതെഴുതൂ. അല്ല അത് പറയൂ. അല്ലാതെ ഈ തരംതാണ ഭാഷ ഉപയോഗിക്കരുത്. അത് ഉപയോഗിച്ച് പഠിപ്പിക്കരുത് ദൈവജനത്തെ. അപ്പോൾ പറയാണ് ഇവിടെ കർത്താവ് പറയാണ് പീഡനം വരും. വായിച്ചേ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും, സിനഗോഗുകളിൽ വെച്ച് നിങ്ങളെ പരിഹരിക്കും, ദേശാധിപതികളുടെയും രാജാക്കന്മാരുടെയും മുമ്പാകെ എനിക്ക് സാക്ഷ്യം നൽകാൻ നിങ്ങൾ നിൽക്കും. എന്നാൽ ആദ്യം എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കണ്ടോ? ഇതിനാണ് ഈ പീഡനം. സുവിശേഷം പ്രസംഗിക്കപ്പെടാനാണ് ഈ പീഡനം. ഇവിടെ എല്ലാ ജനതകളോടും എന്ന് ഈശോ ഇപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ ഉദ്ദേശിക്കുന്നത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അല്ല, റോമൻ എംപയറിലെ എല്ലാ സ്ഥലങ്ങളോടും. അതായത് ദേവാലയ നാശത്തിന് മുമ്പ്, രണ്ട് രീതി മനസ്സിലാക്കുക. ദേവാലയ നാശത്തിന് മുമ്പ് റോമൻ സാമ്രാജ്യത്തിലെ എല്ലാ സ്ഥലങ്ങളിലും സുവിശേഷം പ്രസംഗിക്കപ്പെടണം. അതിനുശേഷമാണ് ദേവാലയ നാശം ഉണ്ടാവും. യുഗാന്ത്യത്തിന് മുമ്പോ ലോകത്തുള്ള എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടണം. അപ്പോൾ നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? അപ്പസ്തോല പ്രവർത്തനം അവസാനിക്കുമ്പോൾ പൗലോസ്ലീഗ റോമിലെത്തി എന്ന് പറഞ്ഞാൽ റോമാ സാമ്രാജ്യത്തിലെ എല്ലാ സ്ഥലങ്ങളിലും അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ അവസാന അധ്യായം എത്തുമ്പോഴേക്കും സുവിശേഷം പ്രസംഗിക്കപ്പെട്ട് കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ ജെറുസലേമിൻ്റെ നാശവും ദേവാലയ നാശവും ഉണ്ടാവുന്നത്. അതാണ് ഇവിടുത്തെ ആദ്യത്തെ പശ്ചാത്തലം. യുഗാന്ത്യത്തോട് ബന്ധപ്പെട്ട് എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു. 11-ാമത്തെ വാക്യം. അങ്ങനെ അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണമെന്ന് വിചാരിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട. അപ്പോൾ ഇതിനകത്ത് എന്തുകൊണ്ട് പറയുന്നറിയോ? ക്രിസ്ത്യാനികളെല്ലാം, ആദ്യകാലത്തെ ക്രിസ്ത്യാനികളെല്ലാം ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആളുകളൊന്നും ആയിരുന്നില്ല, സാധാരണക്കാരായ ആളുകളായിരുന്നു. അപ്പോൾ ഇവർക്ക് പേടിയാണ്. ദൈവമേ, കോടതി ചെല്ലുമ്പോൾ എന്ത് പറയും? ജഡ്ജിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്ത് പറയും? ഈ സമയത്ത് കർത്താവ് പറയാം, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ളൊരു റെഫറൻസാണിത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് മർക്കോസ് പറയുന്നത്, പീഡനങ്ങളുടെ സമയത്ത് നിങ്ങൾ എന്ത് പറയണം എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ, പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യാം? നമുക്ക് ഈ പീഡനം ഉണ്ടാവുമ്പോൾ പേടിക്കണ്ട. എവിടെ നിന്ന് പീഡനം ഉണ്ടാവുമ്പോൾ? സഭയിൽ നിന്ന് പീഡനം ഉണ്ടാവുമ്പോൾ പേടിക്കണ്ട. രാഷ്ട്രീയക്കാരിൽ നിന്ന് പീഡനം ഉണ്ടാകുമ്പോൾ പേടിക്കണ്ട. വീട്ടിൽ നിന്ന് പീഡനം ഉണ്ടാകുമ്പോൾ പേടിക്കണ്ട. ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അതാണ് ഏറ്റവും വലിയ ആശ്വാസം. ഞാൻ ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് വായിച്ചപ്പോഴാണ് ഈ ക്വിക്കനിങ് ദ സ്പിരിറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതറിയാം, ഈ ക്വിക്കനിങ് ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ അതായത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് എന്ന് പറഞ്ഞാൽ അത് ഈ കിടന്ന് പെടയും. ചിലപ്പോൾ ചില സാധനം വരുമ്പോൾ പെടയും, അകം കിടന്ന് പെടയും. പെടയുമെന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ ഉദരത്തിൽ കൊച്ചു കിടന്ന് ഈ അനങ്ങുന്ന പോലാണ്. അതിങ്ങനെ ഈ ആത്മാവിൽ ഇത് കിടന്നിങ്ങനെ പെടയും ചില സാധനം. ഈ വാക്യം വന്നപ്പോൾ ഒരു പെടച്ചിലുണ്ടായി. അതായത് അതങ്ങനെയാണ്. ഓരോ സമയത്തും ഓരോ സന്ദർഭത്തിൽ നിന്നും പീഡനങ്ങൾ വരുമ്പോൾ പരിശുദ്ധാത്മാവ് സഹായിക്കും. ആണ് വലിയ ധൈര്യമവിടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്നും പേടിക്കേണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് അങ്ങ് പോകണം. ആരും ഇല്ലല്ലോ, ആരും സഹായിക്കാനില്ലല്ലോ, എന്ത് ചെയ്യും? പേടിക്കണ്ടെന്ന്. ആരുണ്ട്? പരിശുദ്ധാത്മാവ്. തക്ക സമയത്ത് എന്ത് പറയണം, ഇതെങ്ങനെ ഡീൽ ചെയ്യണം, പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പീഡനത്തിൻ്റെ സമയത്ത് ആദ്യം സഹായത്തിന് വിളിക്കേണ്ടത് ആരെയാണ്? പരിശുദ്ധാത്മാവിനെ വിളിച്ചോണം. പരിശുദ്ധാത്മാവേ ഒന്ന് സഹായിക്കണം, ഈ വിഷയം ഒന്ന് കൈകാര്യം ചെയ്യാൻ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് ഇത് മറന്നു പോരുത്. ആ സമയത്ത് വേറെ രാഷ്ട്രീയക്കാരെ വിളിക്കാൻ പോരുത്.
ആ സമയത്തിന് മേളിൽ ഏത് മന്ത്രിയെ വിളിച്ചാൽ ഇത് ഇല്ല, ഹോളി സ്പിരിറ്റ്, എൻ്റെ പരിശുദ്ധാത്മാവ് മന്ത്രിയെ വിളിച്ചോളും. മനസ്സിലാവുന്നുണ്ടോ? അല്ല, നമുക്ക് സഹായം എവിടുന്നാണ്? പരിശുദ്ധാത്മാവിൽ. പീഡനത്തിൻ്റെ സമയത്ത് ക്രിസ്ത്യാനി നോക്കേണ്ടത് പരിശുദ്ധാത്മാവിലേക്കാണ്. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണമെന്ന് വിചാരിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട. ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കുവിൻ. നിങ്ങളല്ല, പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക. സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു വാക്ക് ആവർത്തിക്കപ്പെടുന്നുണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു വാക്കാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ നേരത്തെ മുൻപ് ചർച്ച ചെയ്ത ഒരു വാക്കാണ് ഇത്. 3 തവണ ഇവിടെ ആവർത്തിക്കപ്പെടുന്നത്. ഏതാണ് പറയാമോ? ഏൽപ്പിച്ചു കൊടുക്കും. വിൽ ബി ഹാൻഡഡ് ഓവർ. അത് നമ്മൾ വിശദമായിട്ട് ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്തൊരു വിഷയമാണത്. ഏൽപ്പിച്ചു കൊടുക്കും അല്ലേ? യേശുവിനെ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി, അങ്ങനെ തട്ടും. ഏൽപ്പിച്ചു കൊടുക്കും. എവിടേക്കാണ് ആ വാക്യങ്ങളൊന്ന് വായിച്ചേ. അതായത് കർത്താവ് പറയുകയാണ് 9-ാമത്തെ വാക്യം, അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഇത് ശരിക്കും ജീവിതത്തിൽ ഉണ്ടാവും കേട്ടോ. ഏൽപ്പിച്ചു കൊടുക്കും. അതായത് ചില ആളുകളെ കയ്യിലോട്ടങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും. പിന്നെ എന്താ പറയുന്നത്? അവർ നിങ്ങളെ 11-ാമത്തെ വാക്യം, അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോവാണ്. ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ. പിന്നെന്താണ്? 12-ാമത്തെ വാക്യം, സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഇത് സംഭവിക്കും കേട്ടോ. AD 64 നീറോയുടെ മതമർദ്ദന കാലത്ത് ക്രിസ്ത്യാനികൾ തന്നെ ഇൻഫോർമൻസ്, സ്പൈ, അവർ ആ ജോലി ചെയ്ത് ഒത്തിരി ക്രിസ്ത്യാനികളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങളെ എൻ്റെ നാമത്തെ പ്രതി എല്ലാവരും ദ്വേഷിക്കും. അപ്പോൾ ഒരു സുവിശേഷ വേലക്കാരൻ്റെ വിജയം എന്താണെന്നറിയാമോ? എല്ലാവരാലും വെറുക്കപ്പെടുക എന്നുള്ളതാണ്. 100-ൽ 100 മാർക്ക് കിട്ടും. എപ്പോഴാണെന്നറിയാമോ? എല്ലാ ആളുകൾക്കും സുവിശേഷത്തെ പ്രതി നമ്മളോടൊരു വിരോധം തോന്നും. 100-ൽ 100. എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ എല്ലാവരും കൈവെള്ളം കൊണ്ട് നടക്കുമെന്നല്ല, ദ്വേഷിക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിലങ്ങ് രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ നമ്മൾ ചില ഭയാനകമായ പീഡാനുഭവങ്ങൾ വരുമ്പോൾ കുതറാതെ നിൽക്കാൻ പറ്റും. ഇതൊക്കെ ഓൾറെഡി കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും. അന്നേരം ഇന്നിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുകളൊക്കെ പറയും, അതൊക്കെ കുറച്ചുകൂടെ വിവേകത്തോടെ ചെയ്യേണ്ടായിരുന്നോ, അതാണ് അവിടെ പോയി അവൻ്റെ കീഴിൽ പോയി ഇത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ പറയും. നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും, എല്ലാവരും. എന്നിട്ട് കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്കത് അവസാനിപ്പിക്കാം. കർത്താവ് ഇതെല്ലാം എന്തിനാ പറഞ്ഞേ? ഫോർ വാൺഡ് അല്ലേ? ഫോർ വാണിംഗ് അല്ലേ ഇത്? ഫോർ വാണിംഗ്. ടു ബി ഫോർ വാൺഡ് മീൻസ് ടു ബി ഫോർ ആംഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ മുൻപേ താക്കീത്, വാണിംഗ്, മുന്നറിയിപ്പുകൾ മുന്നൊരുക്കത്തിന് സഹായിക്കും. സോ ഫോർ വാണിംഗ് വിൽ ഹെൽപ്പ് യു ഫോർ ആമിങ്. നേരത്തെ തന്നെ ആയുധങ്ങൾ ധരിച്ച് സന്നദ്ധരായിരിക്കാൻ സഹായിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇതെല്ലാം ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, യുഗാന്ത്യത്തിൻ്റെ അടയാളങ്ങൾ അങ്ങ് വിശദീകരിക്കുമ്പോൾ കർത്താവെ, അവിടുന്ന് ഞങ്ങൾ സകലരാലും ദ്വേഷിക്കപ്പെടുമെന്നും പരിശുദ്ധാത്മാവ് പീഡനങ്ങളിൽ ഞങ്ങളെ സഹായിക്കുമെന്നും അസ്വസ്ഥരാകരുതെന്നും ഞങ്ങളോട് പറഞ്ഞു തന്നു. അതനുസരിച്ച് ജീവിക്കാൻ കർത്താവെ ധൈര്യവും ബലവും ശക്തിയും അഭിഷേകവും അങ്ങ് ഈ വചനത്തിലൂടെ ഞങ്ങൾക്ക് തരണേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.